ഹലോ, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. കഴിഞ്ഞ ദിവസത്തെ എന്ന് പറയുമ്പോൾ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഞാൻ കുറച്ച് മുന്നേ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ ഞാൻ എൻ്റെ വീട്ടിലെ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരുന്നത് കൈ റോട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിലും തേഴ്സ്ഡേയിലും ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചിക്കൻ കറിയും അതുപോലെ തന്നെ കൈ റോട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഫ്രൈഡേയിലും നമ്മൾ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ കൈറൊട്ടിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ഒരു കപ്പ് ചൂട് ചായയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ തേഴ്സ്ഡേയിലാണ് നമ്മളിത് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേനും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോർഷൻ നമ്മൾ പ്രസ് ചെയ്യാതെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ കഴിഞ്ഞ ദിവസം എടുത്ത് പ്രസ് ചെയ്ത് ചുട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു ഐറ്റം ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി വെച്ചത് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. കാരണം ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൈറൊട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കിച്ചൺ ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചായയും വെച്ച് ഈ ഒരു ഉണ്ടായിരുന്ന ഐറ്റംസ് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് തേങ്ങ എന്ന് പറയുന്നത് തേങ്ങ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരിപ്പൊടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഒരു കോക്കനട്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും ഒക്കെ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ കാരണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. അതിനുശേഷം ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോസ്കിലൊക്കെ പോയതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷൻ, വലിയ കാര്യമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനൊന്നുമില്ല. ഞാൻ നാടൻ നമ്മുടെ സാധാ ചോറും കറിയും വെച്ചിട്ട് ഒരു ചെറിയ ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ പോയാലോ അതുപോലെ തന്നെ പ്രോൺസിൻ്റെ ഗ്രേവി അതുപോലെ തന്നെ കറി ആ വക ഐറ്റംസ് ഒന്നും കൂട്ടത്തില്ല. വീട്ടിൽ ചെയ്യുന്ന ഈ ഒരു ഡീപ്പ് ഫ്രൈ പ്രോൺസിൻ്റെ ഫ്രൈ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലി പൗഡറും കുറച്ച് പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കറി എന്ന് പറയുന്നത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുകയാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേനും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോറ് ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കറികൾ ഓരോന്നോരോന്നായിട്ട് പതിയെ റെഡിയാക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് ലഞ്ചിന് കിച്ചണിലേക്ക് കയറി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും കുറച്ച് വിശന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ലഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 3-4 ബാച്ചായിട്ടാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു പിടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസും നമ്മൾ പാനിൽ ഇട്ട് അതും നന്നായിട്ടൊന്ന് മുറുകി വരട്ടെ.
അപ്പോൾ അതിലേക്കും ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ കറികൾ. പിന്നെ ഈ ഒരു നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, കിഴങ്ങ് പൊരിച്ചതെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര നൊസ്റ്റാൾജിയ, ഒരു പഴയ ഒരു ഓർമ്മ തരുന്ന ഒരു കറിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലഞ്ച് ബോക്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, അതായത് പൊട്ടറ്റോ ഫ്രൈ, കിഴങ്ങ് പൊരിച്ചുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ചോറ് കഴിക്കാനായിട്ട്. ചിലർ ഇങ്ങനെ എന്താ പറയുക ചോറിൻ്റെ ഒപ്പം തന്നെ വെച്ചുകൊണ്ട് വരാറുണ്ട്. ചിലർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞ് വേറൊരു പ്ലേറ്റിൽ എന്താ പറയുക എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് ഏത് ടൈമിൽ വേണേലും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും. മറ്റേന്ന് പറയുമ്പോൾ ചോറിൻ്റെ ഒരു ഈർപ്പം അടിച്ചിട്ട് അതങ്ങ് തണുത്തു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സാറായ്ക്കൊക്കെ ഇവിടെ മോൾക്ക് നമ്മളിപ്പോൾ മോളെ സ്കൂളിൽ വിടുന്നത് മോർണിംഗ് ഷിഫ്റ്റിലാണ്. അപ്പം മോളിപ്പോൾ KG1-ലാണ്. അപ്പം മോളെ മോർണിംഗ് ഷിഫ്റ്റിലാണ്. അപ്പം ഏർലി മോർണിംഗ് ആണ് ക്ലാസ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് ഏകദേശം കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിങ്ങിന് ലഞ്ച് കൊടുത്തു വിടേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നീളും. അപ്പോൾ ടിഫിൻ ബോക്സും വേണ്ടി വരും, ലഞ്ച് ബോക്സും വേണ്ടി വരും. അപ്പം ലഞ്ചൊക്കെ കൊടുത്തു വിടേണ്ട ടൈം ആകുമ്പോഴത്തേനും ഏറ്റവും പറ്റിയൊരു കറിയാണ് ഇത്. കുട്ടികൾക്ക് ഭയങ്കര ഫേവറേറ്റും ആയിരിക്കും. അവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചോറും കഴിച്ചോളും ഇതുപോലെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ. അപ്പോൾ സാറയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾ ചോറിൻ്റെ ഒപ്പം അല്ലാതെ വെറുതെ പ്ലേറ്റിൽ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡീപ് ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്നും നമ്മളിത് പ്രോത്സാഹിപ്പിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. എങ്കിലും ഇടയ്ക്ക് കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാം. അവൾക്ക് അത്യാവശ്യം എരിവൊന്നും വലിയ പ്രശ്നമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ പൊരിച്ചാലും അവൾ കഴിച്ചോളും. അവൾക്ക് അത്യാവശ്യം എരിവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസിലാണേലും ഫിഷ് ഫ്രൈയിലാണേലും അതുപോലെ ചിക്കൻ ഫ്രൈയിലാണേലും എന്തിനാണെങ്കിലും എത്രത്തോളം മുളക് പൊടി ഇട്ടാലും അവൾക്കൊന്നും പ്രശ്നമുള്ള ആളല്ല. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വറുത്ത് കോരി അത് സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ പൊട്ടറ്റോ വറുത്ത് കോരിയ ആ സെയിം കോക്കനട്ട് ഓയിലിൽ തന്നെ ഞാൻ സെയിം കോക്കനട്ട് ഓയിലാണ്, അപ്പോൾ അതിന് മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ കടുക് പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ നെക്സ്റ്റ് മൂന്നാമതായിട്ട് ഞാൻ വെക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക വൻപയർ താളിക്കാണ്, അല്ലെങ്കിൽ വൻപയർ ഉലർത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അതാ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നന്നായിട്ട് കടുക് പൊട്ടി തീർന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ വൻപയർ വേവിച്ചപ്പോഴത്തേനും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും ഇട്ടാണ് വേവിച്ചത്. എങ്കിൽ പോലും കുറച്ചും കൂടി കറികൾക്കൊക്കെ കുറച്ച് ടേസ്റ്റ്, കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്നത് നല്ലതായതുകൊണ്ട് ഞാനിതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ വൻപയർ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കറികളാണ് വൻപയർ കറി, ചെറുപയർ, പരിപ്പ്, ഈ വക ഐറ്റംസൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ്. നമ്മുടെ ഫുഡിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. കുട്ടികളെയൊക്കെ കൊച്ചിലെ ഈ വക ഐറ്റംസൊക്കെ നമ്മൾ കഴിപ്പിച്ച് ശീലിപ്പിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ ഈ പയറ്, പരിപ്പ്, കടല, ഈ വക ഐറ്റംസ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ വലുതാവുമ്പോഴും അവരെന്ത് ചെയ്യും, അവരവരുടെ ഡയറ്റിൽ നിന്ന് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇതുപോലെയുള്ള എല്ലാം, ഇപ്പോൾ ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിലും ഇതുപോലെയുള്ള പയറ്, പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ശീലിപ്പിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭക്ഷണവും മാറ്റി നിർത്താതെ അവരുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ ശരീരത്തിന് എല്ലാ കണ്ടൻറ്റും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോകുന്ന രീതിയിൽ ഒന്നും കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ കുറഞ്ഞു പോവാതെ, ഒന്നും ഓവറായിട്ട് വേണ്ട, എല്ലാം ആവശ്യത്തിന്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുക. പ്രത്യേകിച്ച് അലർജിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഡയറി പ്രൊഡക്ട്സും, നമുക്ക് ഡയറി പ്രൊഡക്ട്സിൽ കൂടെ മാത്രമാണ് ഈ കാൽസ്യം ഇങ്ങനെയുള്ള ശരീരത്തിന് വേണ്ട ഐറ്റംസൊക്കെ കിട്ടത്തുള്ളൂ.
അപ്പം ഞാനതുകൊണ്ട് എൻ്റെ ഭക്ഷണത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ പയർ, കടല, പരിപ്പ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഈ നോൺ വെജിലും ഉണ്ടല്ലോ നമുക്ക് പ്രോട്ടീൻ ആണെങ്കിലും കാൽസ്യം ആണെങ്കിലും അങ്ങനെ നോൺ വെജ് ഐറ്റംസും എല്ലാം ഞാൻ മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരു ദിവസം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മക്കളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കുറച്ച് കിച്ചൺ ഡ്യൂട്ടീസ് വർത്താനം പറഞ്ഞു പോയ കൂട്ടത്തിൽ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസൊക്കെ അതിനിടയിൽ നിങ്ങളെ അടുക്കളയിലെ കുക്കിംഗ് മാത്രം കാണിച്ച് വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു പോയതാണ്. നമ്മുടെ ടേബിളിലേക്ക് ഞാൻ എല്ലാം സെറ്റാക്കി. നമ്മുടെ അടിപൊളി കിഴങ്ങ് പൊരിച്ചത്, വൻപയർ ഉലർത്ത്, അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസ് ഫ്രൈ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനിന്ന് പ്രത്യേകിച്ച് ഒഴിച്ചുകറിയൊന്നും വെച്ചില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കുറച്ച് മടുത്തായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കട്ടത്തൈര് ഇവിടെ കിട്ടും, നല്ല അടിപൊളി കട്ടത്തൈര് കിട്ടുമല്ലോ ചെറിയ ബക്കറ്റിൽ ടിന്നിലായിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എന്താ പറയുക നോൺ വെജിൻ്റെ കൂടെ അല്ലെങ്കിൽ വൻപയർ ഉലർത്ത് അതിൻ്റെയൊക്കെ കൂടെ കട്ടത്തൈരുണ്ടെങ്കിൽ കഴിച്ചോളും, പോയിക്കോളും. ഞാനിപ്പോൾ ചമ്മന്തിപ്പൊടിയും പിക്കിളൊക്കെ എടുത്ത് വെക്കും അങ്ങനെ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എപ്പം പ്രോൺസ് ഫ്രൈ ചെയ്താലും ഇവിടെ ഇപ്പോൾ പതിവ് തെറ്റാതെയുള്ള ഒരു ശീലമാണ്. എന്നാന്ന് വെച്ചാൽ ആ ഒരു പ്രോൺസ് ഫ്രൈ ചെയ്ത ആ ഒരു പാനിലേക്ക് നമ്മളൊരു 2-3 സ്പൂൺ ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് എണ്ണ ഒഴിക്കാറില്ല. പിന്നെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ സാറയ്ക്ക് പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന ദിവസം കുറച്ച് ഇങ്ങനെയുള്ള ചോറ് വേണം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് സാറയ്ക്ക് വിളമ്പിയ ചോറാണേ. അപ്പോൾ അതിൽ നിന്നൊരു 1-2 വാ ഞാൻ ഷോട്ടിന് വേണ്ടി മാത്രം കഴിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് ചെമ്മീൻ ചോറ് പ്രോൺസ് റൈസ് കഴിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഈ പ്രോൺസ് റൈസ് നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ ബാക്കി കഷ്ടപ്പെട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറും കറിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കൊച്ചിന് ഇന്ന് ഈ പ്രോൺസ് റൈസും പൊട്ടാറ്റോ ഫ്രൈയും കൊടുക്കാം. ഞാനും ഇക്കായും നോർമൽ ചോറും കറിയുമാണ് കഴിച്ചത്. അപ്പോൾ മോൾക്കിത് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പം നമ്മളെന്നും ഇങ്ങനെയൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കോക്കനട്ട് ഓയിലിൽ ഒക്കെ ചെയ്തെടുക്കുന്നത് കൊണ്ട് വല്ലപ്പോഴൊക്കെ കഴിച്ചോട്ടെ. ഇത് കുറച്ച് ഓയിലിയാണ് എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നും അവൾക്ക് ഫിഷ് ഫ്രൈ ഒന്നും ഈ പറയുന്ന പോലെ ഇത്ര ഇഷ്ടമല്ല. ഫിഷ് ഫ്രൈ ഒന്നും അവളങ്ങനെ കഴിക്കാറില്ല. അപ്പം ഈ പ്രോൺസ് ആണെങ്കിലാണ് കുറച്ചിങ്ങനെ കഴിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് അവളുടെ ഇഷ്ടത്തിനുള്ള അങ്ങ് കൊടുക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മച്ചിയുടെ സ്പെഷ്യൽ കണ്ണിമാങ്ങ അച്ചാർ. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എല്ലാം പിടിച്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ട്. ശരിക്കും എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിക്കിള് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും ഗ്രാഹ്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ഇന്നവരെ ഒരച്ചാർ പോലും ഇന്നവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുന്ന അമ്മച്ചി കണ്ണിമാങ്ങ അച്ചാർ അതിൻ്റേതായ തനതായ രീതിയിൽ അമ്മച്ചി റെഡിയാക്കി തന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാറും അതുപോലെ തന്നെ എന്താ പറയുക അമ്മച്ചിയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ കട്ടത്തൈരും കൂടി ഞാനിപ്പോൾ ടേബിളിലേക്ക് എടുത്ത് വെക്കും. പിന്നെ ഒരു ബൗളിൽ കുക്കുംബർ കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഉച്ചയൂണ്. അപ്പോൾ ഞാൻ ഇക്ക ചോറ് വിളമ്പി കഴിച്ചു. സാറാമോൾക്കും ഉള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി. ഇത് എനിക്ക്. അപ്പോൾ ഞാൻ ഒരു പിടി ചോറെടുത്തു, ഒരു 2 സ്പൂൺ ചോറ്, അതിലേക്ക് വൻപയർ ഉലർത്ത്, പിന്നെ പ്രോൺസ് ഫ്രൈ, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, പിന്നെന്താ കിഴങ്ങ് പൊരിച്ചത്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് കട്ടത്തൈര് എല്ലാം കൂടെ ചേർത്തിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഇത് ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഫ്രൈഡേയിൽ ഫാമിലി, അതായത് ഞാനും മക്കളും ഇപ്പോൾ പൊതുവെ ഫ്രൈഡേയിൽ ഔട്ടിങ് കുറവാണ്, പുറത്തു പോക്ക് കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സുമായിട്ട് ഡെസേർട്ടിലുള്ള ഒരു ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ ഹാഫ് ഡെസേർട്ടിലും അതുപോലെ തന്നെ ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലുമൊക്കെ ഡിന്നറും ബാർബിക്യൂ അതുപോലെ തന്നെ ചിക്കൻ ചുടൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവർ കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഇപ്പം അത്ര വലിയ എന്താ പറയുക പുറത്ത് പോക്ക് ഔട്ടിങ് കറക്കം കാര്യങ്ങളൊന്നുമില്ല.
അപ്പം കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കൂടുതലും സാറ്റർഡേയ്സിലും സൺഡേയ്സിലുമാണ്. കൂടുതലും സാറ്റർഡേയ്സിലാണ്. ഇടയ്ക്ക് സൺഡേയ്സിലും നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ സൺഡേയിലും പോകാറുണ്ട്. ക്ലാസ് ഇപ്പോൾ സാറയ്ക്ക് വിൻ്റർ വെക്കേഷനാണ്. വിൻ്റർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് സൺഡേയിൽ പുറത്തിറങ്ങുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺഡേയിൽ എന്താ പറയുക, കറങ്ങി നടക്കുന്നത് കുറച്ച് മടുപ്പുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് തന്നെ എന്താ പറയുക, മൺഡേ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റർഡേയിലാണ് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും. സാറ്റർഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫൺ, ഒരു അടിപൊളി ആണ് നമുക്ക് സാറ്റർഡേ എന്ന് പറയുമ്പോൾ. നമ്മുടെ എന്താ പറയുക പർച്ചേസും അതുപോലെ തന്നെ മാൾ എക്സ്പ്ലോറും ഇൻഡോർ എക്സ്പ്ലോർ, ഔട്ട്ഡോർ എക്സ്പ്ലോർ, ഫുഡ് അടി വിശേഷങ്ങൾ, അങ്ങനെ നമ്മളൊരു ഫൺ ഡേ ആയിട്ട്, ഒരു വീക്കെൻഡ് ഫണ്ണായിട്ട് നമ്മളിപ്പോൾ കൊണ്ട് നടക്കുന്നത് സാറ്റർഡേ ആണ് ശരിക്കും പറഞ്ഞാൽ. ഫ്രൈഡേ എന്ന് പറയുമ്പോഴത്തേനും ഇക്കയുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂടലുണ്ട്. പിന്നെ സൺഡേ ആണെങ്കിലും കുറച്ച് എന്താ പറയുക, രാവിലെ മുതൽ ഉച്ചവരെ ഡെസേർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ മുതൽ ലേറ്റ് നൈറ്റ് വരെ എന്താ പറയുക ക്രിക്കറ്റ് കളി കാര്യങ്ങൾ, അങ്ങനെ പല പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് എന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഇക്കാടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഓവർ മധുരമൊന്നും ഇല്ലാതെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലം കേക്ക്. അപ്പോൾ ഒരു പീസ് ഞങ്ങളെല്ലാവരും കൂടി കട്ട് ചെയ്ത് ഓരോ പീസ് കഴിച്ചു. ഞാൻ ഒരുപാട് ഈ വീഡിയോയുടെ ഇടയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുക്കിങ്ങും ഫുഡടിയും മാത്രമല്ലാതെ കുറച്ച് വിശേഷങ്ങളും കൂടി പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇടയിൽ വർത്താനവും കാര്യങ്ങളുമൊക്കെ. പിന്നെ അതിനുശേഷം എന്താ പറയുക ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് ഒരു പിസ്സ കഴിക്കാൻ തോന്നി. എനിക്കും സാറയ്ക്കൊക്കെ നല്ലൊരു പിസ്സ കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ചിക്കിങ്ങിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ബാർബിക്യൂ പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ ബാർബിക്യൂ സോസും അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ പിസ്സ. നമ്മൾ എന്താ പറയുക ചിക്കിങ്ങിൽ നിന്ന് പിസ്സ ഇതുപോലെ വാങ്ങിക്കൽ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി പിസ്സ ആയിരുന്നു കേട്ടോ. നമ്മൾ ബാക്കി എല്ലായിടത്തുനിന്നും വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള തിൻ ക്രസ്റ്റ് അല്ല, തിക്കായിട്ടുള്ള ക്രസ്റ്റ് പിസ്സയാണ്. നമുക്ക് തിൻ ക്രസ്റ്റ് പിസ്സയോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ 2 ബാർബിക്യൂ പിസ്സയാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 8 പീസോളം ഉണ്ടായിരിക്കുമല്ലോ, 2 എണ്ണം ആകുമ്പോഴത്തേനും. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു, നമുക്ക് ബാലൻസ് വന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള, യമ്മി ആയിട്ടുള്ള പിസ്സ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രൈഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് 2 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും അതുപോലെ തന്നെ സാറ്റർഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.